നിങ്ങൾക്ക് വേറെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ? അല്ല, അത് പിന്നെ മാഡം, നിങ്ങൾ ഇവിടെ വരണമെന്ന് മന്ദാകിനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ആർക്കാ താല്പര്യം? ശരിക്കും ഏറ്റവും രണ്ടിനും കിട്ടേണ്ടത് കിട്ടി. എനിക്ക് എന്റെ ഭാര്യയെ കാണണം മാഡം. മന്ദാകിനിയെ കാണാൻ പറ്റില്ല. ഐസക്ക് പോവും. എന്റെ ഭാര്യയെ കാണാൻ എനിക്ക് അവകാശമില്ലേ? അവകാശമൊക്കെ നിങ്ങളുടെ വീട്ടില്. ഐസക്ക് ചെല്ല്. ഇനി ഇങ്ങോട്ട് വന്നേക്കരുത്. അല്ല, ഇതെന്ത് ന്യായം? ഞാൻ എന്റെ ഭാര്യയെ കാണാൻ വരും, അതിനാരും ഇടപെടണ്ട. ഞാനേ ആരാണെന്നറിയാമോ? താൻ ആരാണെന്ന് കുറെ കാലമായി അറിയാവുന്നതാണല്ലോ. ഞാൻ പഴയ ഐസക്കല്ല. അത് മാഡത്തിന് ഉടനെ മനസ്സിലാവും. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അമ്പിളി, ഇയാളെ പിടിച്ച് പുറത്താക്കി ഗേറ്റ് അടയ്ക്ക്. മാഡം, ഞാൻ മന്ദാകിനിയെ വിളിക്കണോ? വേണ്ട, അവക്ക് ഇയാളെ കാണാൻ താല്പര്യമില്ല. എനിക്ക് എന്റെ ഭാര്യയോട് സംസാരിക്കണം. അവക്ക് എന്നെ കാണാൻ താല്പര്യമില്ലാത്ത എന്താണെന്ന് എനിക്ക് അറിയണം. ഞാൻ അവളൊന്ന് വിളിക്കട്ടെ. ഹലോ. അങ്ങനെ ഇപ്പൊ എടുക്കുന്നില്ല. അവൾ എടുക്കുന്നില്ല. ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. ഞാൻ ഇന്ന് അവളെ കണ്ടിട്ടേ പോകും. അത്രയ്ക്കായോ? താനും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ പറഞ്ഞു തീർക്കണം. ഇവിടെ പറ്റില്ല. അമ്പിളി, നോക്കി നിൽക്കാതെ ഇയാളെ പിടിച്ച് പുറത്താക്ക്. ഐസക്കേട്ട, ഒന്ന് പുറത്തേക്ക് ഇറങ്ങാവോ? മാഡം, മന്ദാകിനിയുടെ വാക്കേട്ട് എന്നെ പുറത്താക്കരുത്. തന്റെ ഉദ്ദേശം എന്താന്ന് എനിക്കറിയാം. ഇറങ്ങിപ്പോ. ഐസക്കേ, പ്ലീസ്. അമ്പിളി, ശരി മാഡം, ഞാൻ പോയേക്കാം. പിന്നെ ഞാൻ ഒന്നുകൂടി വരും. നമുക്ക് അപ്പ കാണാം മാഡം. പുല്ല് ഗേറ്റ് തൂക്കി വിറ്റ 1 കിലോ അരിക്ക് പോലും വകയിട്ടില്ല. അമ്പിളി, ഇനി മേലിൽ എന്നോട് ചോദിക്കാതെ അയാൾ ഇതിനകത്ത് കേറ്റരുത്. ശരി മാഡം. സെക്യൂരിറ്റി വാർഡനാകാൻ നോക്കണ്ട. മനസ്സിലായോ? ഒരാൾക്ക് ഉപകാരം ചെയ്താൽ ഉപദ്രവമാവും. നിന്റെ ഉപകാരം കൈ വെച്ചാ മതിയടി. ഇനി ഐസക്ക് ഇങ്ങോട്ട് വരില്ല. എന്റെ ഭർത്താവിനോടുള്ള അവളുടെ ശൃംഗാരം നിർത്തിക്കിട്ടി. എടോ, ACP ആണോ? ആരതിന്റെ കാര്യത്തിനായിരിക്കോ? വാ. ഓപ്പോള. അല്ല, ഈ സമയത്ത് എന്തിനാ ഓപ്പോളെ വിളിക്കുന്നേ? ഓപ്പോളെ, നാളെയാണോ മോളെ നിങ്ങൾ പോകുന്നത്? എവിടെ? ആര്? കൊള്ളാം, നീ മറന്നുപോയോ? ഇന്ദ്രജിത്ത് മറക്കാതെ ഇവിടെ മുത്തശ്ശനെ വിളിച്ച് പറഞ്ഞല്ലോ. എന്നിട്ട് നീ എന്താ പറയാതിരുന്നേ? നീ ഇന്ദ്രജിത്തും കൂടി യാത്ര പോകുന്ന കാര്യ പറഞ്ഞത്. ACP അങ്ങോട്ട് വിളിച്ചായിരുന്നോ? എന്നോടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. വിളിക്കൂന്ന് കരുതിയില്ല. അല്ല, എവിടെ പോകുന്ന കാര്യ പറഞ്ഞേ? ഞാനേ ഫോൺ മുത്തച്ഛന് കൊടുക്കാം. ഇതാ വലിച്ച മോളെ, നിന്നെയും കൊണ്ട് രാജാപുരത്തുള്ള തിരുപ്പത്തിയൂർ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യമാ ഇന്ദ്രജിത്ത് പറഞ്ഞത്. അതേത് ക്ഷേത്രം? നീ മിണ്ടാതിരിക്കും, കേക്കട്ടെ. മുത്തശ്ശ, അത് അർദ്ധനാരീക്ഷര ക്ഷേത്രമാ തിരുപ്പത്തിയൂർ. നീയും ഇന്ദ്രജിത്തും അവിടെ പോയി
തൊഴുത് അനുഗ്രഹം വാങ്ങി വരുന്നത് നല്ലതാ മോളെ. നിങ്ങളുടെ ഭാവി ജീവിതത്തിന് അതൊരു ശുഭലക്ഷണമാണ്. അല്ല മുത്തശ്ശ, നാളെയാണ് പോകുന്നതെന്ന് ACP പറഞ്ഞായിരുന്നോ? എപ്പോഴാണെന്ന് പറഞ്ഞില്ല.